ഇന്ത്യയുടെ പ്രധാനമന്ത്രി വഞ്ചകനാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കല്ലാതെ മറ്റു മാർഗം ഞങ്ങൾക്കില്ല. വാക്കുപാലിക്കാത്ത ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വന്നത്. വലിയ വിഷമത്തോടെയാണെങ്കിലും ആ യാഥാർത്ഥ്യം ലോകത്തോട് പറയുകയല്ലാതെ മറ്റു മാർഗം ഞങ്ങളുടെ മുമ്പാകെയില്ല. കേരളത്തോട് അങ്ങേയറ്റത്തെ വിവേചനം കാണിച്ചു. മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി, ലെവൽ 3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. മാസങ്ങളോളം പിടിച്ചു വന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. നേരത്തെ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തേയില്ല. അതിൻ്റെ ഒരു ഗുണവും കേരളത്തിന് കിട്ടിയില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ റിസർവ് ബാങ്കിന് ദേശീയകൃത ബാങ്കുകളിലെ കടങ്ങളെല്ലാം എഴുതി തള്ളാം. കേരള ബാങ്ക് അത് എഴുതി തള്ളി. അത് സംസ്ഥാനത്തിൻ്റെതാണ്, സഹകരണ സ്ഥാപനങ്ങളുടേത്. പക്ഷെ കേന്ദ്രം അത് ചെയ്തില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ MP-മാർക്കും സംഭാവന ചെയ്യാം 1 കോടി രൂപ വരെ. ഇഷ്ടമുള്ള പൈസ 1 കോടി, ലിമിറ്റ് 1 കോടി രൂപയാണ്. ആ 1 കോടി രൂപ വരെ സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷെ അതൊന്നും ചെയ്തില്ല. അതിനുള്ള നടപടികളും കാര്യങ്ങളും എടുത്തില്ല. വിദേശ സഹായം ഒന്നും ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് 2000 കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കണമെന്ന് പറഞ്ഞു. ബജറ്റ് അവതരിപ്പിച്ചു. നമ്മളെല്ലാം കണ്ടു. പൈസ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കേരളം എന്ന പദം തന്നെ ബജറ്റിൽ ഉന്നയിച്ചതേയില്ല. ഒരു സ്ഥലത്തും പരാമർശിക്കപ്പെട്ടതേയില്ല കേരളം എന്ന പേര് തന്നെ. അങ്ങേയറ്റത്തെ അവഗണന, അങ്ങേയറ്റത്തെ വിവേചനം കേരളത്തോട് കാണിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചു KN ബാലഗോപാൽ ധനകാര്യമന്ത്രി. 750 കോടി രൂപ മാറ്റിവെച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള നിലപാട് തന്നെ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. രണ്ടാമത്തെ വിഷയം, ആവശ്യമായ ഭൂമി ഏറ്റെടുക്കണം. ഭൂവുടമകൾ, എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ച സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഫലപ്രദമായി കോടതിയിൽ ഇടപെട്ട് ഗവൺമെന്റ് അനുകൂലമായ വിധി സമ്പാദിച്ചു. 70,000 ഏക്കർ ഭൂമിയുള്ള ഹാരിസൺ മലയാളം കമ്പനി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവുടമയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഭൂമി മുഴുവൻ സർക്കാരിലേക്ക് വരേണ്ട ഭൂമിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അന്നത്തെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ധാരണയനുസരിച്ച് ഇന്ത്യക്ക് പുറത്തും ഉള്ള കമ്പനികളും ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളും ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികൾക്കുള്ള സ്വത്തെല്ലാം ഇന്ത്യയുടെ സ്വത്തായി മാറും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹാരിസൺ കമ്പനി എന്നായിരുന്നു ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ പേര്. അത് ലണ്ടനിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട ഭൂമിയാണ് അത് മുഴുവൻ. ഒരു ഘട്ടത്തിൽ കേരള ഹൈക്കോടതി അത് കേരളത്തിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി സിവിൽ കോടതിക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചുള്ള വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിധിയിലെ ഒരു ഭാഗം ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം. ഈ സിവിൽ കോടതി ഈ ഭൂമിയെല്ലാം സർക്കാരിന്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചാൽ ഭൂ ഉടമകൾ സർക്കാർ കൊടുക്കുന്ന കാശ് തിരിച്ചു കൊടുക്കണമെന്നും ബോണ്ട് എഴുതി ഒപ്പിട്ട മേടിച്ച ശേഷം കാശ് കൊടുക്കുക. അപ്പൊ അത് നിയമത്തിന് മുമ്പിൽ കിടക്കുന്നില്ല. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഏതായാലും ടൗൺഷിപ്പ് ഏർപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രതിമാസം 6,000 രൂപ കൊടുക്കുന്നുണ്ട്. 24.76 കോടി രൂപ ഇതിനകം കേരള ഗവൺമെന്റ് CMDRF-ൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതബാധിതർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ പരിസ്ഥിതി സംരക്ഷണമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അത് 3 ഘട്ടങ്ങളിലായിട്ടാണുള്ളത്. ഫേസ് 1, 1-ാം ഘട്ടം എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടു, ഇനി അവർക്ക് അവിടെ തിരിച്ചു പോകാൻ കഴിയില്ല, വീടൊന്നുമില്ല, അവരാണ് ഫേസ് 1-ൽ. അവർ 242 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിനെ സംബന്ധിച്ച് വലിയ പരാതിയില്ല. ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കേരള ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഫേസ് 2 എന്ന് പറയുന്നതാണ്. അത് 2ആയി തിരിച്ചിട്ടുണ്ട്. ഫേസ് 2-ൽ Aയും Bയും ഉണ്ട്. ജോൺ മത്തായി കമ്മിറ്റി വന്ന് പരിശോധിച്ച് വിദഗ്ധ പരിശോധന നടത്തി അവിടെ വീടെല്ലാം അവർക്ക് അവിടെയുണ്ട്, പക്ഷെ അവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല. ആ മേഖലയാണ് ഫേസ് 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ 81 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇനിയും ആളുകളുണ്ട് എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പരിശോധിക്കാം. ഗവൺമെന്റ് അതിന് സന്നദ്ധമാണെന്ന് ഇന്നലെ റവന്യൂ മന്ത്രി സഖാവ് രാജൻ അവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമരമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്. ഫേസ് 2-ലെ B എന്ന് പറയുന്നത് താമസിക്കാൻ യാതൊരു പ്രശ്നവുമില്ല, സുരക്ഷിതത്തിന്റെ വിഷയമില്ല. പക്ഷെ ഫേസ് 1-ലെ കുറെ ആൾക്കാരങ്ങ് പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെട്ടവരെ കൂടി ചേർത്ത് പിടിക്കണം. അവരെയാണ് ഫേസ്
2-ലെ ബി എന്ന് പറയുന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്.